Children, I hope you all are fine and safe at home. Let's discuss about our previous lesson. Are you ready, children? What was our 18th chapter? Are you remembering that? 18th chapter name is Beautify Your Language. They are given some idioms. Almost 12 idioms given there. I told you write that idioms in your notebook and complete the notebook well and get ready for the textbook. Children, I hope you all completed your notebook as well as your textbook. Thank you, children. Next we are going to start our new lesson, 19th chapter, Books and Authors. Books and Authors. Authors means എഴുത്തുകാർ. ബുക്കുകൾ എഴുതിയ ഓതേഴ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ബുക്സ് ആർ അവർ ബെസ്റ്റ് ഫ്രണ്ട്സ്. റീഡിംഗ് ഇംപ്രൂവ്സ് വൊക്കാബുലറി, നോളജ്, മെമ്മറി ആൻഡ് റെഡ്യൂസസ് സ്ട്രെസ്. ഓതേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞ് എഴുത്തുകാർ അല്ലേ. ഓരോ ബുക്കുകളും എഴുതിയ എഴുത്തുകാരെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതെന്തിനു വേണ്ടിയാണ് ബുക്ക്? ബുക്സ് ആർ അവർ ബെസ്റ്റ് ഫ്രണ്ട്സ്. ബുക്സ് ആർ അവർ ബെസ്റ്റ് ഫ്രണ്ട്സ് മീൻസ് ബുക്ക് ആയിരിക്കണം നമ്മളുടെ നല്ല കൂട്ടുകാർ എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. ഇവിടെ പറഞ്ഞ ബുക്സ് ആർ അവർ ബെസ്റ്റ് ഫ്രണ്ട്. ബുക്സാണ് നമ്മുടെ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ. അതായിരിക്കണം നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ്. അതെന്തെല്ലാം ഗുണങ്ങൾ നമുക്ക് തരുന്നു എന്നാണ് പറഞ്ഞിരുന്നത് ബുക്ക്. റീഡിങ് ഇംപ്രൂവ്സ് വൊക്കാബുലറി. നമുക്ക് പുതിയ പുതിയ വേർഡുകൾ, ഇംഗ്ലീഷാണ് വായിക്കുന്നത്, പുതിയ പുതിയ ഇംഗ്ലീഷ് വൊക്കാബുലറീസ് അറിയാൻ സാധിക്കും. മലയാളമാണെങ്കിൽ പുതിയ പുതിയ മലയാളം പദങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. നോളജ്, അറിവ് തരും. മെമ്മറി, വായിക്കുന്നതനുസരിച്ച് നമ്മുടെ ഓർമ്മശക്തി കൂടും. റെഡ്യൂസസ് സ്ട്രെസ്. Books are our best friends. Reading improves vocabularies, knowledge, memory and reduces stress. അല്ലേ, വായിക്കുന്നതിലൂടെ നമ്മുടെ വൊക്കാബുലറി, അതായത് പുതിയ പുതിയ പദങ്ങളിലുള്ള അറിവുകൾ വർദ്ധിക്കുന്നു. കൂടുതൽ വൊക്കാബുലറീസ് നമുക്കറിയാൻ സാധിക്കും. നമ്മുടെ നോളജ്, അറിവ് കൂടുന്നു, ഓർമ്മശക്തി കൂടുന്നു. ഇൻക്രീസിങ് അവർ മെമ്മറി കപ്പാസിറ്റി ആൻഡ് റെഡ്യൂസസ് സ്ട്രെസ്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എന്തെങ്കിലും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും പിരിമുറുക്കങ്ങളുണ്ടെങ്കിൽ അവ കുറയ്ക്കാനും വായന നല്ലതാണ്. വായനാശീലത്തിലേക്ക് മാറുകയാണെങ്കിൽ നമുക്കത് കോൺസെൻട്രേറ്റ് ചെയ്ത് കൂടുതൽ അറിവ് ലഭിക്കുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് മാറാനായിട്ട് സാധിക്കും. അങ്ങനെ വായനാശീലമുള്ളത് നല്ലതാണ്, സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ റീഡിങ് ഇംപ്രൂവ്സ് വൊക്കാബുലറി, നോളജ്, മെമ്മറി ആൻഡ് റെഡ്യൂസസ് സ്ട്രെസ്. മക്കളെ, ഇവിടെ മാച്ച് ദ ഫോളോയിങ് ആണ് ഇവിടെ പറയുന്നത്. ബുക്സ് ആൻഡ് ഓതേഴ്സ്. ബുക്സിൻ്റെ നെയിമും ഉണ്ട്, അതിൻ്റെ ഓതേഴ്സിൻ്റെ പേര് പിക്ചറായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ ഓതേഴ്സിൻ്റെയും പേരുകൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതുമ്പോൾ ആ ഓതേഴ്സിൻ്റെ പേരിൻ്റെ നേരെയുള്ള ലെറ്റേഴ്സാണ് അവിടെ എഴുതേണ്ടത്. അതിനുശേഷം നോട്ട്ബുക്കിലേക്ക് എഴുതുമ്പോൾ യു ഹാവ് ടു റൈറ്റ് ദ കറക്റ്റ് ആൻസർ അക്കോർഡിംഗ്ലി. ഫസ്റ്റ് യു റൈറ്റ് ദ ക്വസ്റ്റ്യൻ ആൻഡ് ഹൈഫൻ പുട്ട്, ദെൻ റൈറ്റ് ദ ഓതേഴ്സ് name of the books and hyphen, after that write the author name. Here first one is Gulliver's Travels. First book's name is, ഒന്നാമത്തെ ബുക്കിൻ്റെ പേരാണ് ഗള്ളിവേഴ്സ് ട്രാവൽസ്. ആരാണ് അത് എഴുതിയത്? ജൊനാഥൻ സ്വിഫ്റ്റ്. ആരാണ്? ജൊനാഥൻ സ്വിഫ്റ്റ്. അത് പിക്ചറിൽ സി എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. നിങ്ങളുടെ പിക്ചറിൽ സി ആണ് ആ പിക്ചർ. ജൊനാഥൻ സ്വിഫ്റ്റ് എന്ന് പറയുന്നത് അദ്ദേഹമാണ് ഗള്ളിവേഴ്സ് ട്രാവൽ എഴുതിയത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ബുക്ക് ഈസ് റോബിൻസൺ ക്രൂസോ. റോബിൻസൺ ക്രൂസോ എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആരാണ്? അദ്ദേഹത്തിൻ്റെ പേര് ജി എന്ന ലെറ്ററിൻ്റെ നേരെയാണ് അദ്ദേഹത്തിൻ്റെ പേര് കിടക്കുന്നത്. ഡാനിയൽ ഡിഫോ. DANIEL DEFOE. Daniel Defoe. G. Daniel Defoe. Write the answer. First you have to write the Robinson Crusoe hyphen, then answer author name, write Daniel Defoe. Third question is Peter and Wendy. Peter and Wendy.
The book name is Peter and Wendy. Who wrote it? That the author name is J.M. Barrie. J.M. Barrie. Write the answer. Peter and Wendy hyphen J.M. Barrie. Next question, fourth question is David Copperfield. David Copperfield. The book name is David Copperfield. The author name hyphen, put the hyphen and write the name answer. Charles Dickens. ഡേവിഡ് കോപ്പർഫീൽഡ് എന്ന ബുക്ക് എഴുതിയതാരാണ്? ചാൾസ് ഡിക്കൻസ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ദ കോൾ ഓഫ് ദ വൈൽഡ്. The book name is The Call of the Wild. Who wrote that? Jack London. A, letter A. നോക്കിയേ, എ എന്ന് കിടക്കുന്ന ആ നേരെയുള്ള പേരാണ്. ആരാണ് എഴുതിയത്? ദ കോൾ ഓഫ് ദ വൈൽഡ് എഴുതിയത് ജാക്ക് ലണ്ടൻ ആണ്. അപ്പം വൺസ് മോർ വി ക്യാൻ റിവൈസ് ദാറ്റ് ദ സെയിം 5 questions. See that answer I will read together. Gulliver's Travels, Jonathan Swift, Robinson Crusoe, Daniel Defoe, Peter and Wendy, J.M. Barrie, David Copperfield, Charles Dickens. Fifth question, The Call of the Wild, Jack London. ഇതാണ് ആൻസേഴ്സിൻ്റെ ഓർഡർ. നിങ്ങൾ ആ 5 ആൻസർ നോട്ട്ബുക്കിലേക്ക് എഴുതുമ്പോഴും ടെക്സ്റ്റ് ബുക്കിൻ്റെ പേര് ആദ്യം എഴുതണം. അതിനുശേഷം ഹൈഫനിട്ട് ആൻസേഴ്സ് ഓതേഴ്സ് നെയിംസും എഴുതണം. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ ഒരു കാര്യം ചെയ്യുക, ബുക്സ് എന്ന് എഴുതിയിട്ട് ബുക്സ് എന്നും ഓതേഴ്സ് എന്നും ആ നോട്ട്സിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ബുക്സിൻ്റെ പേരുകൾ ആദ്യം ബുക്സ് എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ നേരെ താഴെ എഴുതുക. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഓതേഴ്സ് നെയിംസും എഴുതുക. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ഗള്ളിവേഴ്സ് ട്രാവൽസ്, റോബിൻസൺ ക്രൂസോ, പീറ്റർ ആൻഡ് വെൻഡി, ഡേവിഡ് കോപ്പർഫീൽഡ്, ദ കോൾ ഓഫ് ദ വൈൽഡ്. Next 5 questions. Sixth question is Treasure Island. Treasure Island. The book name is Treasure Island. That book written by R.L. Stevenson. B. R.L. Stevenson എന്ന ഓതറാണ് ട്രഷർ ഐലൻഡ് എഴുതിയത്. R.L. Stevenson. Seventh question, Kabuliwala. That book name is Kabuliwala, written by Rabindranath Tagore. Rabindranath Tagore. Kabuliwala hyphen Rabindranath Tagore. അതുപോലെ തന്നെ ലെറ്റർ നിങ്ങൾ ആ ബോക്സിൽ എഴുതണം, ജെ എന്ന് എഴുതുക. Eighth question, book name is The Secret Garden. The Secret Garden. Author name, The Secret Garden is written by Francis Hodgson Burnett. Francis Hodgson Burnett. Ninth question, the book name is Wings of Fire. Wings of Fire. Everybody knows that. Every people knows that the Wings of Fire written by APJ Abdul Kalam. APJ Abdul Kalam. Wings of Fire hyphen APJ Abdul Kalam. Last question, 10th question, Little Woman. The book name is Little Woman. The Little Woman is written by Louisa May Alcott. Louisa May Alcott. Louisa May Alcott. Louisa May Alcott. Little Woman is written by Louisa May Alcott. Upon we can revise once more that first 10 questions. How do you write that in your notebook? I will read like that.
Gulliver's Travels, Jonathan Swift, Robinson Crusoe, Daniel Defoe, Peter and Wendy, J.M. Barrie, David Copperfield, Charles Dickens, The Call of the Wall, Jack London, Treasure Island, R.L. Stevenson, Kabuliwala, Rabindranath Tagore, The Secret Garden, Francis Hodgson Burnett, Wings of Fire, A.P.J. Abdul Kalam, Little Woman, Louisa May Alcott. ഇങ്ങനെ നിങ്ങൾ ഹൈഫൺ ഇട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഓരോന്നും എഴുതണം. ആദ്യമേ ടെക്സ്റ്റ് ബുക്കിൽ ലെറ്റേഴ്സ് കൊണ്ട് അത് ഫില്ല് ചെയ്യുക. അതിനുശേഷം നോട്ട്ബുക്കിലേക്ക് നിങ്ങൾ എഴുതുമ്പോഴത്തേക്കിന് ആൻസർ എഴുതിയതിന് ശേഷം ബുക്സിൻ്റെ പേര് എഴുതുക, എന്നിട്ട് ഓതേഴ്സിൻ്റെ പേര് എഴുതുക. അങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ആൻസർ എഴുതാനായിട്ട് എക്സാമിന് വരുന്നത്. Okay children, understood? Complete the book properly and neatly. Okay, thank you children.